ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിലെ ഒന്നാമത്തെ വിഭാഗമായ കിങ്ഡം മൊനീറയെ കുറിച്ചും ആ കിങ്ഡം മൊനീറയിൽ ഉണ്ടാകുന്ന യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവയെക്കുറിച്ചും അവയുടെ വ്യത്യസ്തങ്ങളായ ഷേപ്പുകളെ കുറിച്ചും അതിനൊക്കെയുള്ള പേരുകളെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട്, അതായത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ കിങ്ഡം ആയിട്ടുള്ള, അതായത് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രൊട്ടിസ്റ്റയുടെ ആദ്യത്തെ കോളത്തിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 പേരുകളാണ്. അതായത് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലകത്ത് 5 തരം ജീവികളാണ് പ്രധാനമായിട്ടും ഉണ്ടാവാറുള്ളത്. ഒന്നാമത് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം, രണ്ടാമത് ഡയാനോ ഫ്ലജല്ലേറ്റ്സ് ആണ്, മൂന്നാമത്തത് യൂഗ്ലിനോയിഡ്സ് ആണ്, നാലാമത്തത് സ്ലിം മൗൾഡ് ആണ്, അഞ്ചാമത്തത് പ്രോട്ടോസോയൻസ് ആണ്. അങ്ങനെ 5 തരം ജീവികളാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ അകത്ത് ഉണ്ടാവാറുള്ളത്. ഒന്നാമത് ക്രൈസോഫൈറ്റ്സ്, രണ്ടാമത് ഡയാനോ ഫ്ലജല്ലേറ്റ്സ്, മൂന്നാമത്തത് യൂഗ്ലിനോയിഡ്സ്, സ്ലിം മൗൾഡ്, പ്രോട്ടോസോയൻസ്. ഇങ്ങനെ 5 തരം ജീവികളാണ് ഈ പറയപ്പെടുന്ന കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉണ്ടാവുക. ഇനി കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് അടുത്ത കോളത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇതിൽ നമ്മൾ 5 പ്രത്യേകതകളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമതായിട്ടുള്ളത് ഓൾ യൂണിസെല്ലുലാർ ആൻഡ് കൊളോണിയൽ യൂക്യാരിയോട്സ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എല്ലാ യൂക്യാരിയോട്ടുകളുമാണ്. യൂക്യാരിയോട്ട് വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജീവികളും എല്ലാ സൂക്ഷ്മ ജീവികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓൾ യൂണിസെല്ലുലാർ ആൻഡ് കൊളോണിയൽ യൂക്യാരിയോട്സ്. കൊളോണിയൽ ആയിട്ടും അതോടൊപ്പം തന്നെ യൂണിസെല്ലുലാർ ആയിട്ടും കാണപ്പെടുന്ന എല്ലാ യൂക്യാരിയോട്സും കിങ്ഡം പ്രൊട്ടിസ്റ്റയിലാണ് ഉൾപ്പെട്ടുള്ളത്. രണ്ടാമതായിട്ട് അതിനെ കുറിച്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആർ അക്വാട്ടിക് ആൻഡ് ഫോമിങ് പ്ലാങ്ക്ടൺ, അല്ലെ? അപ്പം എല്ലാം എന്താണ്, അധികം ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലുള്ള അധിക ജീവികളും അക്വാട്ടിക് ആണ്. അക്വാട്ടിക് ആണെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്നവയാണ്. അവകൾ എന്ത് ചെയ്യും, പിന്നെ വലുതായിട്ട് ഒരു പ്ലാങ്ക്ടൺ ആയിട്ട് രൂപപ്പെട്ടു വരികയും ചെയ്യും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മോഡ് ഓഫ് ന്യൂട്രീഷൻ മേ ബി ഫോട്ടോസിന്തറ്റിക്, സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്, ഹോളോസോയിക്. അപ്പം പിന്നെ അതിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലുള്ള ജീവികൾ പ്രധാനമായിട്ടും ആഹാരമാക്കുന്നത് അല്ലെങ്കിൽ അവയുടെ ന്യൂട്രീഷന് കാരണമായി തീരുന്നത് ഒന്നാമതായിട്ട് ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നവയുണ്ട്. രണ്ടാമതായിട്ട് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ളത്, മൂന്നാമതായിട്ട് പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഹോളോസോയിക് ആയിട്ടുള്ളത് കാണപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ അധിക ജീവികളും കാണപ്പെടുന്നത്. പിന്നെ ഇനി നാലാമതായിട്ട് ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയെ കുറിച്ച് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലജല്ല ഈസ് പ്രസന്റ്. ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ എന്തുണ്ടാകും, ഫ്ലജല്ല ഉണ്ടാകും. അത് തന്നെ എങ്ങനെയായിരിക്കും, 11 സ്ട്രാൻഡഡ് ആയിരിക്കും, 11 സ്ട്രാൻഡ്സ് ആയിട്ടായിരിക്കും ഈ ഫ്ലജല്ല കാണപ്പെടുക. 9+2 അറേഞ്ച്മെന്റ് ആയിരിക്കും. അതായത് 11 പറയുമ്പോൾ 9 ഒരു ഭാഗത്തും 2 മറ്റൊരു ഭാഗത്തുമായിട്ട്. ഓക്കെ. മൈക്രോ ട്യൂബ്യൂൾസ് കമ്പോസ്ഡ് ഓഫ് പിന്നെ ട്യൂബുലിൻ, അല്ലെ? അപ്പം പിന്നെ ട്യൂബുലിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉള്ള ചില മൈക്രോ ട്യൂബ്യൂൾസ് ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ട് ഉണ്ടാവുക. അഞ്ചാമതായിട്ട് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആണ്. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, കൺസിസ്റ്റ് ഓഫ് 2 or more DNA മോളിക്യൂൾസ്. അതിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ 2 or 3 DNA മോളിക്യൂൾസ് കാണപ്പെടാറ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. അങ്ങനെ 5 പ്രത്യേകതകളാണ് നമുക്ക് കിങ്ഡം പ്രൊട്ടിസ്റ്റയെ കുറിച്ച് പറയാൻ പറ്റുക. അപ്പൊ ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ 5 തരം ജീവികളെ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട 2-3 ജീവികളെ കുറിച്ച് നമ്മൾ പറയാൻ പോവാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഡയാനോ ഫ്ലജല്ലേറ്റ്സ് പറഞ്ഞു, അതിനാണ് ഡയാറ്റംസ് എന്ന് പറയാട്ടോ. അപ്പം ആദ്യമായിട്ട് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽപ്പെട്ട 5 വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത് ഡയാറ്റംസ്, രണ്ടാമതായിട്ട് ഗോൾഡൻ ആൽഗെ, മൂന്നാമതായിട്ട് സ്ലിം മൗൾഡ്സ്, അഞ്ചാമതായിട്ട് പ്രോട്ടോസോയൻസ്. ഇങ്ങനെ പിന്നെ 4 വിഭാഗങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. അപ്പം ടോട്ടലി നമ്മൾ 5 പറഞ്ഞുവെങ്കിലും 4 കുറിച്ച് ചർച്ച ചെയ്യും. അതിൽ തന്നെ പ്രധാനമായിട്ടും 3 കുറിച്ചാണ് ഇവിടെ ചർച്ച വരുന്നത്. അപ്പം ആദ്യത്തെ വിഭാഗമായ ഡയാറ്റംസ്, അതിന്റെ അകത്ത് നമ്മൾ ഡയാനോ ഫ്ലജല്ലേറ്റ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ്, സെൽ വാൾ ഫോം 2 തിൻ ഓവർലാപ്പിംഗ് സെൽസ്. എന്താണ്, ഇതിന്റെ സെൽ വാളുകൾ ഒരു 2 ചെറിയ പിന്നെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റുന്ന, അതായത് പരസ്പരം കൊളത്തി നിൽക്കാൻ പാകത്തിലുള്ള 2 സെല്ലുകളെ ഉണ്ടാക്കും. അങ്ങനെ ഈ 2 സെല്ലുകൾ പരസ്പരം കൊളത്തി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, വിച്ച് ഫിറ്റ് ടുഗദർ ആസ് എ സോപ്പ് ബോക്സ്. അങ്ങനെ രണ്ടും കൂടി പിന്നെന്ത് ചെയ്യും, പിന്നെ കൂടി ചേർന്ന് നിന്നിട്ട് അതൊരു സോപ്പ് ബോക്സ് പോലെ രൂപപ്പെട്ട് വരും എന്നുള്ളതാണ് ഡയാറ്റംസിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഓക്കെ. അപ്പൊ സെൽ വാളിൽ എന്തുണ്ട്, 2 ഓവർലാപ്പിംഗ് സെല്ലുകൾ ഉണ്ട്. ഈ സെല്ലുകൾ ഓവർലാപ്പ് ചെയ്ത് ഒരു സോപ്പ് ബോക്സ് പോലെയാണ് ഡയാറ്റംസ് കാണപ്പെടുക. പിന്നെ സെൽ വാൾ ഓഫ് ഡയാറ്റംസ് ആർ സെറ്റിൽഡ് ഡൗൺ അറ്റ് ബോട്ടം ഓഫ് വാട്ടർ റിസോർവേഴ്സ്.
റിസർവോയേഴ്സ്. അപ്പൊ എന്താണ് ഇനി ഈ പിന്നെ ജീവികൾ ഇല്ലാതായി കഴിയുമ്പോൾ, അതായത് പിന്നെ ജീവികൾ ചത്തുപോകുമ്പോൾ എന്ത് ചെയ്യും, അവയുടെ സെൽവാള് അല്ലെ, ഡയാറ്റംസിന്റെ സെൽവാള് സെറ്റിൽഡ് ഡൗൺ പറഞ്ഞാൽ അടിഞ്ഞുകൂടും അറ്റ് ദി ബോട്ടം ഓഫ് വാട്ടർ റിസർവോയേഴ്സ്. വലിയ വാട്ടർ റിസർവോയറുകളിലാണല്ലോ ഇത് ജീവിക്കുക. അപ്പം ഇവ എന്ത് ചെയ്യും, ഇവയുടെ സെൽവാളുകളെല്ലാം നിലത്ത് അടിഞ്ഞുകൂടും. ആൻഡ് ഫോം എ ബിഗ് ഹീപ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, ആ സാധനങ്ങളെല്ലാം കുറെ കോടിക്കണക്കിന് ജീവികൾ ഉണ്ടാവും, അവയുടെതൊക്കെ സെൽവാളുകൾ അടിഞ്ഞു കൂടിയിട്ട് അവിടെ എന്ത് വരും, ഒരു ഹീപ്പ് ഉണ്ടായി വരും. ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂമ്പാരം ഉണ്ടായി വരും. അപ്പം ഈ കൂമ്പാരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത് എന്നാണ് ആ കൂമ്പാരത്തിന് പറയാം. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ്, പിന്നെ ഡയാറ്റംസ് എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന പ്രോട്ടോസോയൻസ് പിന്നെ ചത്തുപോകുമ്പോൾ അവയുടെ സെൽവാളിന്റെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും, വാട്ടർ റിസർവോയറുകളുടെ അടിയിൽ അടിഞ്ഞുകൂടും. ഓക്കെ, അങ്ങനെ അവ ഒരു ബിഗ് ഹീപ്പാവും. ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂമ്പാരമായിട്ട് മാറും. അപ്പം ഈ കൂമ്പാരം എന്ത് ചെയ്യും, ഈ കൂമ്പാരത്തിന് ഒരു പേരുണ്ട്, ഡയാറ്റമേഷ്യസ് എർത്ത് എന്നാണ് ആ കൂമ്പാരത്തിന് പറയുക. അപ്പം ഈ ഡയാറ്റമേഷ്യസ് എർത്ത് എന്തിനാണ് ഉപയോഗിക്കുക, യൂസ്ഡ് ഫോർ പോളിഷിങ്. അത് ഒന്നാമതായിട്ട് എന്തിനു ഉപയോഗിക്കും, പോളിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിലോ രണ്ടാമതായിട്ട് ഫിൽട്രേഷൻ ഓഫ് ഓയിൽ, ഓയിൽസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സിറപ്സിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പം പിന്നെ ഈ പറയപ്പെടുന്ന ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന സാധനം പോളിഷിങ്ങിന് ഉപയോഗിക്കും, ഓയിൽ ഫിൽട്രേഷൻ ഉപയോഗിക്കും, സിറപ്സിന്റെ ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കും. ദേ ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ എർത്ത്, ദേ ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻസ്. ഓഷ്യൻസിലുള്ള, സമുദ്രത്തിലുള്ള പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് എന്താണ്, ഈ പറയപ്പെടുന്ന ഡയാറ്റംസ് ആണെന്നും. ഓക്കെ, അപ്പം പിന്നെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽപ്പെട്ട ഈ ഡയാറ്റംസ് ആണ് സമുദ്രത്തിലുള്ള ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒന്നുകൂടി പറയാൻ പോവാണ്. അതായത് യൂണിസെല്ലുലാർ ആയിരിക്കും. ഓക്കെ, ഡയാറ്റംസിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്, അവ യൂണിസെല്ലുലാർ ആയിരിക്കും, മോട്ടൈൽ ആയിരിക്കും, പിന്നെ ബൈഫ്ലജല്ലേറ്റ് ആയിരിക്കും. ബൈഫ്ലജല്ലേറ്റ് പറഞ്ഞാൽ രണ്ട് ഫ്ലജല്ലുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റ്, അതോടൊപ്പം തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡയാറ്റംസിനെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് പറഞ്ഞു വന്നത്. ഡയാറ്റംസിന്റെ പിന്നെ ഫീച്ചേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് എന്തായിരിക്കും, അത് യൂണിസെല്ലുലാർ ആണ്, മോട്ടൈൽ ആണ്, അതായത് സഞ്ചരിക്കുന്ന വസ്തുക്കളാകുന്നു, പിന്നെ ബൈഫ്ലജല്ലേറ്റ് ആണ്, അതായത് രണ്ട് ഫ്ലജല്ലുകൾ കാണപ്പെടുന്നവയാണ്, ആൻഡ് ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ ഫോട്ടോസിന്തസിസ് നടത്തുന്ന രൂപത്തിലുള്ള പ്രൊട്ടിസ്റ്റുകളാണ് ഡയാറ്റംസ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ പ്രിഡോമിനേറ്റ് കളർ ഈസ് ഗോൾഡൻ ബ്രൗൺ. പ്രിഡോമിനേറ്റ് പറഞ്ഞാൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇവയുടെ നിറത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗോൾഡൻ ബ്രൗൺ ആണ്. ബട്ട് യെല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് ഈവൻ ബ്ലൂ ആൾസോ എക്സിസ്റ്റ്. പക്ഷേ പിന്നെ എന്തുണ്ട്, കളറ് പിന്നെ യെല്ലോ കളർ ഉള്ളതുണ്ട്, ഗ്രീൻ കളർ ഉള്ളതുണ്ട്, റെഡ് കളർ ഉണ്ട്, ഈവൻ ബ്ലൂ കളർ ഉള്ളത് പോലും എന്തുണ്ട്, ഉണ്ട് എന്ന് പറയപ്പെടാൻ വേണ്ടി പറ്റും. മൂന്നാമതായിട്ട് പറയുന്നത് സം ഡയാനോഫ്ലജല്ലേറ്റ്സ്. ചില ഡയാനോഫ്ലജല്ലേറ്റ് ഗ്രോ ഇൻ സീ ആൻഡ് മേക്ക് ദി വാട്ടർ റെഡ് കോൾഡ് റെഡ് ടൈഡ്സ്. ഓക്കെ, ചില ഡയാനോഫ്ലജല്ലേറ്റ് എന്ത് ചെയ്യും, പിന്നെ സമുദ്രത്തിൽ വ്യാപകമായിട്ട് വളരും. അങ്ങനെ സമുദ്രത്തിൽ വ്യാപകമായിട്ട് വളരുമ്പോൾ അവയുടെ നിറം എന്ന് പറയുന്നത് റെഡ് ആണ്. അപ്പം ആ ഡയാനോഫ്ലജല്ലേറ്റിന്റെ പേരുകളെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ജിംനോഡിയം ആൻഡ്, നിങ്ങളെ ക്ലാസ് കഴിഞ്ഞപ്പോൾ